നമ്മുടെ റോഷൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു അല്ലേ. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഹലോ ഹലോ ഹലോ, എല്ലാവരും എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അഭയ് ആർ നായർ, ഹായ് സാർ. ആദിത്യ ദിലീപ്, ഹായ് സാർ. ഹലോ മക്കളെ, നമസ്കാരം. ശ്രീലാൽ എസ് എസ്, ഹായ് സാർ. മക്കളെ നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പയ്യനെ പോയാലോ? മക്കളെ, ലോസ് ഓഫ് മോഷൻ അറിയാലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുകളിൽ ഒന്നാണ്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്ക് മെക്കാനിക്സിൽ വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ എന്ന് വേണേൽ പറയാം അല്ലെ. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിൽ അറിയാലോ, നമുക്ക് തിയറി മാത്രം പഠിപ്പിക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണം. സോ പ്രീവിയസ് എൻട്രൻസിന് JEE എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് കൺസെപ്റ്റ്, പിന്നെ പ്രീവിയസ് കീമിനും അതുപോലെ മറ്റ് എക്സാമുകൾക്ക് ചോദിച്ച അത്യാവശ്യം നല്ല കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. സാർ ഫ്രിക്ഷൻ ടോപ്പിക് എടുക്കുമ്പോൾ ഫ്രിക്ഷനും എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 ആയിട്ടാണ് ഈ ടോപ്പിക് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ 3 ലോസും അതിനെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് സിസ്റ്റം, പുള്ളി സിസ്റ്റം, ആ ഒരു ഏരിയ ആണ്. ലാസ്റ്റ് ടോപ്പിക് നമുക്ക് ഫ്രിക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദയവേത് കാര്യം മനസ്സിലാക്കുക. തിയറി, ബേസിക് തിയറി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ബ്രഷപ്പ് ചെയ്തതേ ഉള്ളൂ. കാര്യം നമ്മൾ തിയറിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് പ്രോബ്ലം ഡിസ്കഷന് സമയം കിട്ടത്തില്ല. അപ്പൊ തിയറി ജസ്റ്റ് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോകും. അപ്പൊ ആദ്യം നമ്മൾ പറയുന്ന 3 കാര്യങ്ങൾ ഇതാണ്. ന്യൂട്ടന്റെ ലോസ് പറയുന്നുണ്ട്, മൊമെന്റം, ഇമ്പൾസ്, എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. ഇതിനെ റിലേറ്റ് ചെയ്ത് വളരെ ബേസിക് ആയിട്ടുള്ള കുറെ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ന്യൂട്ടന്റെ ലോസ് 3 ലോസ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. 3 ലോസ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. അതെന്താന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. അതിനകത്ത് യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല. ഫസ്റ്റ് ലോ ഇനർഷ്യ എന്നാണ് പറയുന്നത്. ഇനർഷ്യ എന്താണെന്നൊക്കെ അറിയാം. ഇനർഷ്യനെ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലോയിനെ ലോ ഓഫ് ഇനർഷ്യ എന്നാണ് വിളിക്കുന്നത് അല്ലെ. എന്താ, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിലിരിക്കാനും മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാനുമുള്ള ആ ടെൻഡൻസിയാണ് ഇനർഷ്യ. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ സെക്കൻഡ് ലോ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ടത് മൊമെന്റം ആണ്. മൊമെന്റം പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. അവിടുന്ന് സെക്കൻഡ് ലോനെ അതിന്റെ റേറ്റ് ചേഞ്ച് ആണ് അല്ലെ. അതിന്റെ റേറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ സെക്കൻഡ് ലോ ആയിട്ട് വിളിക്കുന്നത്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞ് വരുന്ന ഒരു ടോപ്പിക്കാണ് തേർഡ് ലോ. തേർഡ് ലോ പറയുന്നത് എന്താ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അവിടെ ആക്ഷൻ റിയാക്ഷൻ പെയറുകളുടെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. അവിടെയും പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ആക്ഷൻ റിയാക്ഷൻ പെയറുകൾ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. ഈ ആക്ഷൻ റിയാക്ഷൻ പെയറുകൾ വരുമ്പോൾ ഒരു കാരണവശാലും മറക്കരുത്, അവിടെ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സുകൾ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് പെയർ ഓഫ് ഫോഴ്സസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫ്രീ ബോഡി ഡയഗ്രം വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ ആപ്ലിക്കേഷൻ ആയ കണക്റ്റഡ് സിസ്റ്റം വരുമ്പോൾ നമുക്കത് വേണം. പിന്നെ ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ ആണ്. ഒരു ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു സമയത്തേക്ക്, അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ സിംപ്ലി, അല്ലെങ്കിൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇന്റർവൽ, അതിന്റെ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്, ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഇമ്പൾസിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, കാരണം ഈ ഇനിഷ്യലി ഉള്ള ഈ തിയറി പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് ത്രൂ ഔട്ട് ചാപ്റ്ററുകൾ മൂവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലോസ് ഓഫ് മോഷനെ റിലേറ്റ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസിന് ലോസ് ഓഫ് മോഷനെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിലൊരു 95% ക്വസ്റ്റ്യനും ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആയിരിക്കും. ആ ന്യൂട്ടൺ സെക്കൻഡ് ലോനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പയ്യനെ ലെവൽ കൂട്ടി നമ്മുടെ JEEയുടെ ക്വസ്റ്റ്യനിലേക്ക് വരെ എത്താം. സോ ശ്രദ്ധിച്ചിരിക്കുക. A person sitting in an open car moving at a constant velocity. A ball is vertically up in the air. The ball falls on. ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. എവിടെയാ ബോൾ എവിടെയാണ് വീഴുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാമോ? ഇൻ ദി എക്സാക്ട്ലി ഓൺ ദ ഹാൻഡ് ത്രോയിങ് അപ്പ്. അയാൾ എവിടെ നിന്നാണോ എറിയുന്നത് അവൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. പക്ഷേ ആ കൺസെപ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളിവിടെ നോക്കിയേ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷൻ 0 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷൻ 0 ആണ്. മക്കളടാ ശ്രദ്ധിച്ച് നോക്കിക്കേടാ, ആക്സലറേഷൻ 0 ആണെങ്കിൽ ആ സിസ്റ്റത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഇഫ് ദെയർ ഈസ് നോ നെറ്റ് ഫോഴ്സ്, കാരണം ഞാനൊരു ബോൾ എടുത്ത് മുകളിലോട്ട് എറിയുന്നു ഹൊറിസോണ്ടലി there is no force. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല. ഇഫ് there is no force, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യും. there is no external force, system remain at rest or in uniform motion. ഓൾറെഡി യൂണിഫോം വെലോസിറ്റിയിലായിരുന്നു. അതേ യൂണിഫോം വെലോസിറ്റിയിൽ അവൻ മൂവ് ചെയ്യും. അത് കൃത്യമായിട്ട് അയാളുടെ ഹാൻഡിൽ വന്ന് വീഴും. ഇനി അടുത്ത കേസ് അതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടിരിക്കുന്നത്. A child sitting upper berth of a railway compartment facing engine releases a ball to her sister sitting vertically below him on the lower berth. മുകളിൽ ഇരുന്നുകൊണ്ട് ഒരു ബോൾ താഴേക്ക് ഇട്ടു. ഇട്ടത് താഴെ ഇരുന്ന സിസ്റ്ററിന്റെ കയ്യിലേക്കാണ്. If the train is accelerating, ട്രെയിൻ അവിടെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. If there is an acceleration, there should be a force, അല്ലെങ്കിൽ there should be an external force. ഒരു നെറ്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സിസ്റ്റം ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിക്കേ, ഞാനൊരു ബോൾ എടുത്ത് എറിയുന്നു, ബോൾ എറിയുന്ന അല്ലെങ്കിൽ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ഓൾറെഡി വണ്ടിക്ക് ഒരു വെലോസിറ്റി ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ആക്സലറേറ്റിംഗ്. ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആക്സലറേറ്റിംഗ് അല്ലേ, വണ്ടിയുടെ സ്പീഡ് കൂടും. വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ ട്രെയിനിലിരിക്കുന്ന കുട്ടികളുടെ മുകളിലിരിക്കുന്ന ആളുടെയും താഴെ ഇരിക്കുന്ന ആളുടെയും സ്പീഡ് കൂടും. അപ്പം നാച്ചുറലി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആ ബോള് ആ കുട്ടിയുടെ ബാക്കിൽ പോയി വീഴും. ബിക്കോസ് ബോള് ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ എന്ത് സ്പീഡാണോ ഉള്ളത് ആ സ്പീഡേ ആ ബോളിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് സിമ്പിൾ ലോജിക്കാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിത് വേറൊരു സെൻസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഒരു വണ്ടി അത് ആക്സലറേറ്റ് ചെയ്യുക, ഇനിഷ്യലി വെലോസിറ്റി v1. അപ്പോൾ ഒരു ബോയ് ഇവിടെ നിപ്പുണ്ട്. ഈ ബോയിയുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഇവൻ ഇതെടുത്ത് മോളിലോട്ട് എറിയുകയെന്ന് വിചാരിക്കും. ഈ എറിയുന്ന ഇൻസ്റ്റന്റിൽ ഇവർക്കെല്ലാവർക്കും വെലോസിറ്റി v1. കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ എ സ്മോൾ ടൈം ഇന്റർവൽ കാർട്ടിന്റെ വെലോസിറ്റി v2 ആയിട്ട് മാറി, ബോയിയുടെ വെലോസിറ്റി v2 ആയിട്ട് മാറി. ബട്ട് സ്റ്റിൽ ബോളിന്റെ വെലോസിറ്റി v1. എന്താ കാര്യം? ബോൾ എയറില, ബോളിന് കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ, അവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ബട്ട് ദ സിസ്റ്റം ഈസ് ആക്സലറേറ്റിംഗ്. ബോയും കാർട്ടും ആക്സലറേറ്റ് ചെയ്ത് അങ്ങ് ദൂരെ പോവും. ബോൾ സ്റ്റിൽ v1 സ്പീഡിലാണ്, മറ്റവർ v2 സ്പീഡിൽ എത്തിക്കഴിഞ്ഞു. എന്ത് ചെയ്യും? ഈ ബോൾ ഫോൾസ് ബിഹൈൻഡ് ദ ബോയ്. ആ ബോയുടെ പുറകിൽ പോയി വീഴും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഫ്ലാറ്റ് പ്ലേറ്റ് മൂവ് നോർമലി വിത്ത് എ സ്പീഡ് v1 ടുവേർഡ്സ് എ ഹൊറിസോണ്ടൽ ജെറ്റ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി ഒരു വാട്ടർ ജെറ്റിന് ഡയറക്ഷനിലേക്ക് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അവൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് v1. വാട്ടർ ജെറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന വെലോസിറ്റി തന്നു v2. ഇനി ദ ജെറ്റ് ഡിസ്ചാർജ് വാട്ടർ അറ്റ് എ സ്പീഡ് അറ്റ് ദ റേറ്റ് ഓഫ് v വോളിയം പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ക്യാപിറ്റൽ v വോളിയം ആണ് വീഴുന്നത്. ഓക്കെ, ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് റോ. അസ്യൂം ദാറ്റ് വാട്ടർ സ്പ്ലാഷ് അലോങ് ദി സർഫസ് ഓഫ് ദ പ്ലേറ്റ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. മക്കളുടെ വെള്ളം വന്ന് ഇങ്ങനെ ഇടിക്കുന്നത്, വെള്ളം നേരെ വന്ന് ഇടിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്ലേറ്റ് ഡ്യൂ ടു ജെറ്റ്. ആ വാട്ടർ ജെറ്റ് കാരണം എത്ര ഫോഴ്സ് അവിടെ എക്സർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മക്കളെ, ഫോഴ്സ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ ആണ് F = dp/dt. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എഴുതാം F = Pക്ക് മാസിന്റെ വെലോസിറ്റി എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ,
വാട്ടർ ജെട്ടിൽ നിന്ന് റൈറ്റിലോട്ടാണ് വെലോസിറ്റി v2. ഈ ഡിസ്ക് അല്ലെങ്കിൽ പ്ലേറ്റ് വരുന്നത് ലെഫ്റ്റിലോട്ടാണ് വിത്ത് വെലോസിറ്റി v1. അപ്പോൾ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി അവരുടെ സം ആയിരിക്കും, ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് വെലോസിറ്റി v1 പ്ലസ് v2 ആണ്. അത് ഞാനെടുത്ത് പുറത്തേക്ക് ഇട്ടു ഇൻറ്റു dm/dt എന്ന് കൊടുക്കാം. മാസ് ഈസ് വേരിയബിൾ കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 ഇൻറ്റു dm/dt. മാസ് എന്താ? മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പം മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ dt. നമുക്കറിയാം ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ v1 പ്ലസ് v2 ഇൻറ്റു ഡെൻസിറ്റി റോ ആണ് ഇൻറ്റു dv/dt എന്ന് എഴുതി. വാട്ട് ഈസ് dv/dt? വാട്ട് ഈസ് dv/dt? dv/dt ആക്സലറേഷൻ എന്ന് പറയരുതേ. dv/dt എന്ന് പറഞ്ഞാൽ എന്താ? dv/dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ്. കാരണം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ് എടുത്തിരിക്കുന്നത്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അതിൽ v വോളിയം ആണ്. ഇവിടെ വോളിയം പെർ സെക്കൻഡ് ക്യാപിറ്റൽ v ഞാൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് എഴുതാം F is equal to റോ ഇൻറ്റു v1 പ്ലസ് v2 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ v. സോ ഓപ്ഷൻ ബി. കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ മക്കളെ? പ്രശ്നമൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത നോക്കിക്കേ. എ വാട്ടർ ഫ്രം എ ഹോഴ്സ് പൈപ്പ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is emerging out with a velocity v and strikes a block of mass capital M. Find the acceleration produced. ശ്രദ്ധിച്ചിരിക്കുക. ഒരു പൈപ്പ്, ഇതിൽ നിന്നും v വെലോസിറ്റിയിൽ വെള്ളം വന്ന് വീഴുക. ഇവിടെ ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ട്, മാസ് m. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ആക്സലറേഷൻ കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എമർജിങ് ഔട്ട് വിത്ത് എ വെലോസിറ്റി v. ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ പൈപ്പ് ഈസ് a. ഫൈൻഡ് ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബ്ലോക്ക്. ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് ഇവന്റെ ആക്സലറേഷൻ വേണം. അപ്പോൾ അവന്റെ ആക്സലറേഷൻ കാണാൻ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ്. ആക്സലറേഷൻ ഫോഴ്സ് ബൈ മാസ് ആണ്. അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ വാട്ടർ ജെറ്റ് വന്ന് ഇതിൽ അടിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി, ഫോഴ്സ് വേണം. ആ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ F is equal to റോ a v സ്ക്വയർ ആണ്. F is equal to റോ a v സ്ക്വയർ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. F is equal to റോ a v സ്ക്വയർ എങ്ങനെയാണ് വരുന്നതെന്ന്. ഫോഴ്സ് കാണാൻ നമുക്കറിയാം F is equal to dp/dt എന്നല്ലേ? F is equal to dp/dt എന്നല്ലേ? പിക്ക് നമുക്ക് mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു dm/dt എന്ന് കൊടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്, എമർജിങ് ഔട്ട് വിത്ത് വെലോസിറ്റി v ആണ് പറയുന്നുണ്ട്. സോ v പുറത്തേക്ക് എടുത്ത് ഞാൻ v ഇൻറ്റു മാസിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കൊടുക്കാം. വോളിയത്തിന് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് കൊടുക്കാം. സോ ഇത് v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ d ഇൻറ്റു മാസിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ dt വിച്ച് ഈസ് ഈക്വൽ ടു v ഇൻറ്റു d ഓഫ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് ഡിവൈഡഡ് ബൈ dt ആണ്. വേർ a is the area of the pipe, L is the length of the pipe. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൈപ്പിന്റെ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ഈ സ്മോൾ ലെങ്തിനെ DL എന്ന് വിളിക്കാം. സോ എനിക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു v ഇൻറ്റു റോ ഇൻറ്റു a ഇൻറ്റു, ബിക്കോസ് റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ കോൺസ്റ്റന്റ് ആണ്, ഏരിയ ഓഫ് ദ പൈപ്പ് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു dl/dt എന്ന് കിട്ടും. വാട്ട് ഈസ് dl/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് ദി പൈപ്പ് എന്ന് വിളിക്കാം. അത് വെലോസിറ്റി ആണ്. സോ ഓൾറെഡി ഒരു വെലോസിറ്റി ടൈം അവിടെ കിടപ്പുണ്ട്. സോ F is equal to റോ a v സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് F റോ a v സ്ക്വയർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ചോദിച്ചത് ആക്സലറേഷനാണ്. ആക്സലറേഷൻ ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് നമുക്ക് റോ a v സ്ക്വയർ എന്ന് കിട്ടി, ബൈ മാസ് m ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 forces F1, F2, F3, F4 and F5 acting on a particle of mass 2 kg so that it moved 4 meter per second towards east. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഡയറക്ഷൻ നമ്മുടെ വരച്ച് നോക്കിയാൽ ഇത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ആണ്. അപ്പൊ ടുവേർഡ്സ് ഈസ്റ്റ് ആണ് ഒബ്ജക്റ്റ് ഇനിഷ്യലി മൂവ് ചെയ്യുന്നത്. അപ്പൊ എലോങ് ഐ ഡയറക്ഷൻ എന്ന് പറയാം. അടുത്തത്, if F1 is removed then the acceleration becomes 7 meter per second square. മൂവ് ടുവേർഡ്സ് നോർത്ത് എന്നാണ് പറയുന്നത്. ആണോ? മൂവ് ടുവേർഡ്സ് നോർത്ത് എന്ന് പറയുമ്പോൾ പ്ലസ് ജെ ഡിറക്ഷൻ ആണ്.
പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ ആണോ? പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പോകുന്നത് പ്ലസ് ജെ ഡയറക്ഷൻ ആണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം. ഫസ്റ്റ് കേസ് നിങ്ങൾ എടുത്തേ. ഇനിഷ്യലി ഞാൻ 5 ഫോഴ്സസ് അല്ലേ കൊടുക്കുന്നത്, 5 ഫോഴ്സസ്. അപ്പൊ എനിക്ക് എഴുതാം F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 പ്ലസ് F5 ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എത്ര മക്കളെ? മാസ് എത്രയാ? 2 ആണ്. ആക്സലറേഷൻ എത്രയാ? ഇനിഷ്യലി 4 ആണ്. സോ 4 എന്ന് കിട്ടി. F ഇസിക്കൽ ടു എം എ എന്നല്ലേ? ഞാനിത് വെക്ടർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 പ്ലസ് F5 ഇസിക്കൽ ടു എം എ. എം എത്രയാ? 2 ഇൻറ്റു ആക്സലറേഷൻ 4 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ഈ F1 ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. നമ്മൾ F1 ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്തു, അതായത് ബാക്കി എല്ലാവരും ഉണ്ട്. സോ എനിക്ക് എന്ത് എഴുതാം? F2 പ്ലസ് വെക്ടർ ഫോം ആണ് ഇതെല്ലാം കേട്ടോ. F3 പ്ലസ് F4 പ്ലസ് F5 ഈക്വൽ ടു എം എ. എം എത്ര തന്നെയാണ്? 2 തന്നെയാണ്. ആക്സലറേഷൻ എത്ര? 7 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അലോങ് ഐ ക്യാപ്പ് ആണ്, ഇത് അലോങ് ജെ ക്യാപ്പ് ആണ്. ഈ ഇക്വേഷന്റെ ഡിഫറൻസ് എടുത്താൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ കുറയ്ക്കുക. സെക്കൻഡ് ഇക്വേഷൻ കുറച്ചാൽ F2 പ്ലസ് F3 പ്ലസ് F4 പ്ലസ് F5 നെഗറ്റീവ് ആയി പോകും. ഇവിടുന്ന് ഇവനെയും കട്ട് ചെയ്ത് കളയാം. സോ ഫൈനലി നമുക്ക് F1 ഈക്വൽ ടു 8i മൈനസ് 14j എന്ന് കിട്ടും. ഫോഴ്സ് കിട്ടി 8i പ്ലസ് 14j. പക്ഷെ ചോദിച്ചത് ഫോഴ്സ് അല്ല, ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ കാണാൻ ഫോഴ്സ് ബൈ മാസ് എന്നെടുത്താൽ 8i മൈനസ് 14j ഡിവൈഡഡ് ബൈ മാസ് എന്നെടുത്താൽ അത് 2 ആണ്. സോ എനിക്ക് കിട്ടി 4i മൈനസ് 7j. തന്നിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ആണ്. എനിക്ക് കിട്ടിയത് വെക്ടർ ഫോം ആണ്. സോ ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ, 4 സ്ക്വയർ 16 പ്ലസ് 7 സ്ക്വയർ 49. എത്ര കിട്ടും നമുക്ക്? റൂട്ട് 65 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആണോടാ മക്കളെ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ? പ്രശ്നമൊന്നുമില്ല. സംഭവം സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഞാൻ ഡിഫറൻറ്റ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുകയാണ്. അതാണ് നമ്പറിനൊന്നും ഒരു ഓർഡർ ഇല്ലാത്തത്. നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, നമ്മുടെ ഉദ്ദേശം അത്രേ ഉള്ളൂ. എന്താ? A stone is dropped from a height h. It hits a ground with a certain momentum p. If the same stone is dropped from height 100% more than the previous height. ഞാൻ ഇനിഷ്യലി എറിഞ്ഞത് h ഹൈറ്റിൽ നിന്നാണ്. അപ്പോൾ അടുത്തത് എറിയുന്നത് 100% ഹൈറ്റിൽ നിന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹൈറ്റിന്റെ 100% ഇൻക്രീസ് ചെയ്തു. അതായത് ഹൈറ്റ് 2h ആക്കി മാറ്റി. 100% കൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയും കൂടെ ഹൈറ്റിൽ പോയി എന്നല്ലേ അർത്ഥം? യെസ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് the momentum when the ground will changed by. ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് മൊമെന്റവും വെലോസിറ്റി ഹൈറ്റ് കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കാം. ശ്രദ്ധിച്ചിരുന്നേ? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു റൂട്ട് 2h. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു റൂട്ട് 2hg അല്ലെങ്കിൽ 2gh എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പറയാം വെലോസിറ്റി പ്രപ്പോർഷണൽ ടു റൂട്ട് h ആണ്. നമുക്കറിയാം മൊമെന്റം p എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്. മൊമെന്റം ഡിപ്പെൻസ് ഓൺ വെലോസിറ്റി ആണ്. മൊമെന്റം ഡിപ്പെൻസ് ഓൺ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം മൊമെന്റം ഓൾസോ ഡിപ്പെൻസ് ഓൺ ഹൈറ്റ് എന്ന് പറയാം. മൊമെന്റം ഡിപ്പെൻസ് ഓൺ വെലോസിറ്റി ആണെങ്കിൽ വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് h എന്ന് പറയാം. സോ മൊമെന്റം p1 ബൈ p2 ഈക്വൽ ടു എന്ത് എഴുതാം? p1 ബൈ p2 ഈക്വൽ ടു h1 ബൈ h2 എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കേ. സോ p1 ബൈ p2 ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? h1 എന്ന് പറഞ്ഞാൽ h ആണ്, h2 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് h ആണ്. കാര്യം 100% കൂട്ടി എന്നല്ലേ? ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. ഈ h എല്ലാം എനിക്ക് കട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും p2 ഈസ് ഈക്വൽ ടു റൂട്ട് 2 p1. p2 ഈക്വൽ ടു റൂട്ട് 2 p1 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താ? ഹൈറ്റ് 100% കൂട്ടി. ദ മൊമെന്റം വെൻ ദ ഗ്രൗണ്ട് വിൽ ചേഞ്ച് ബൈ.
ചേഞ്ച് ഇൻ മൊമെന്റം ഇൻ പെർസെൻറ്റേജ് ആ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100% വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇവിടെ ഹൈറ്റ് മൊമെന്റത്തിന്റെ പെർസെൻറ്റേജ് ചേഞ്ചാണ് ഞാൻ എഴുതിയത്. ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100%. അത് എന്തിനാ പ്രൊപ്പോർഷണൽ? എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹൈറ്റിനെ അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു 100% വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഡെൽറ്റ എച്ച്? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് വേണ്ടത്. ഇവിടെ മൊമെന്റത്തിന്റെ ചേഞ്ച് ആണ് എനിക്ക് വേണ്ടത്. നമ്മൾ ഹൈറ്റിന്റെ ചേഞ്ചുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. സോ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100% എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? ഡെൽറ്റ പി P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു 100%. വാട്ട് ഈസ് P2? P2 എന്ന് പറഞ്ഞാൽ റൂട്ട് P2 എന്ന് കിട്ടിയില്ലേ? ഇപ്പം എന്ത് കിട്ടും? റൂട്ട് P1 എന്ന് കിട്ടിയില്ലേ? റൂട്ട് 2 P1 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു 100%. ഇവിടുന്ന് P1 എല്ലാം ക്യാൻസൽ ചെയ്യാം. ആണോ? റൂട്ട് 2 1.414 ആണ്. അതിൽ നിന്ന് -1 ചെയ്താൽ എത്ര കിട്ടും? 0.414 എന്ന് കിട്ടും. ഇൻറ്റു 100%. ദാറ്റ് ഈസ് ഈക്വൽ ടു 41%. സോ ഓപ്ഷൻ ഈസ് ബി. ഓപ്ഷൻ ഈസ് ബി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് എന്ന് വിചാരിച്ചോട്ടെ. നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടിയോ മക്കളെ? ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ഗിവൺ ബൈ. നമുക്ക് മൊമെന്റം തന്നിട്ടുണ്ട്. എത്ര? 3 cos 4t I പ്ലസ് 3 sin 4t J. സോ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതാം നമുക്ക്. മൊമെന്റം P ഈക്വൽ ടു 3 cos 4t I പ്ലസ് 3 sin 4t J. ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് ഫോഴ്സ്? മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് dp/dt. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മൊമെന്റത്തിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. അപ്പോൾ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വരും. സോ ഒരു മൈനസ് എന്ന് കൊടുക്കാം. കോസ് 40നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റു ഒരു 4 കൂടെ വരും. സോ നമുക്ക് 4 × 3 എന്ന് വരും. അത് -12 ആണ്. -12 sin 4t I cap പ്ലസ് 12 ഇൻറ്റു സൈൻ തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് 4t എന്ന് കിട്ടും. കോസ് 4t J cap എന്ന് കിട്ടും. കോസ് 4t J cap എന്ന് കിട്ടും. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. പക്ഷെ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് ഫോഴ്സ്? മൊമെന്റം പിയും ഫോഴ്സ് എഫും തമ്മിലുള്ള ആംഗിൾ എന്ത് ചെയ്യണം? അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. പി ഡോട്ട് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇവൻ അല്ലേ. സോ എന്ത് എഴുതാം? 3 cos 4t I cap പ്ലസ് 3 sin 4t J cap ഇൻറ്റു -12 sin 4t I cap പ്ലസ് 12 cos 4t J cap. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കമ്പണന്റുകൾ തമ്മിൽ ഡോട്ട് ചെയ്താൽ മതി. അതായത് ഈ ഐയും ഈ ഐയുടെ ഡോട്ട് ചെയ്യുക. എത്ര വരും? -36 12 × 3 36 എന്ത് വരും? sin 4t cos 4t I cap പോയല്ലോ. I × I വന്നു, അത് 1 ആയി പോയി. 4t അടുത്ത എന്ത് വരും? പ്ലസ് ഇനി 3 × 12 എന്ന് വരും. അപ്പോൾ എത്ര വരും? 3 × 12 36 sin 4t cos 4t J cap which is equal to 0. എന്താ കാര്യം? ഈ കാണുന്നവൻ്റെ നേരെ നെഗറ്റീവ് ആണ് ഈ കാണുന്നവൻ. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും മക്കളെ? തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി. ഓപ്ഷൻ ഡി. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ ആണോ? പ്രശ്നമൊന്നുമില്ല. സെറ്റാണല്ലോ. യെസ്. ഇനിഷ്യലി ഉള്ള ആ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ലോസും കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് JEE എക്സാമിന് റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ JEE മെയിൻസ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് കടന്നുകയല്ല. അതിനുശേഷം ഞാൻ ബാക്കി തിയറീസ്, നമുക്ക് തിയറിയും അതിനെ കവർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. JEE ആയിട്ട് റീസെൻ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് 2021 JEE എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള 1-2 ഇക്വേഷൻസ് ഒന്ന് പറയാം. നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇനിഷ്യലി അത് ഇപ്പം ഡെറിവേഷൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു റോക്കറ്റാണെന്ന് വിചാരിക്കും. നമുക്കറിയാം റോക്കറ്റിൽ നിന്നും ഗ്യാസ് ബാക്കിലേക്ക് എക്സോസ്റ്റ് ചെയ്യും. റോക്കറ്റിൽ നിന്ന് ഗ്യാസ് ബാക്കിലേക്ക് എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ആക്ഷൻ. അപ്പോൾ തിരിച്ച് ഇവനൊരു റിയാക്ഷണൽ ഫോഴ്സ് കിട്ടും. ഈ റിയാക്ഷണൽ ഫോഴ്സ് കാരണം ഇവൻ അപ്വേർഡ് ഒരു ത്രസ്റ്റ് കിട്ടും. എന്ത് കിട്ടും? ത്രസ്റ്റ് കിട്ടും. ഇനി ശ്രദ്ധിച്ചേ, ഒരു റോക്കറ്റ് ത്രസ്റ്റ് ഫോഴ്സ് കാരണം മുകളിലേക്ക് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ്റെ ഓപ്പോസിറ്റ് വെയിറ്റ് ആക്ട് ചെയ്യും. ആണോ? വെയിറ്റ് ആക്ട് ചെയ്യും. അപ്പം നമ്മളോട് സാധാരണ ചോദിക്കുന്നത് ഒന്ന് ത്രസ്റ്റ് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ റോക്കറ്റ് എന്നൊരു ചോദ്യങ്ങളാണ് മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൽഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു, റിലേറ്റഡ് ടു നെറ്റ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ത്രസ്റ്റ് കാണാം. ത്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, U × dm/dt. ത്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് U × dm/dt. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, U എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റാണ്. അതായത് ആ എക്സോസ്റ്റ് ഗ്യാസിന്റെ വെലോസിറ്റിയാണ് U. അതുപോലെ ഇവിടെ dm/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ്, അല്ലെങ്കിൽ സിംപ്ലി റേറ്റ് ഓഫ് ബേണിംഗ് ഓഫ് ഫ്യുവൽ എന്ന് പറയും. അതായത് ഇത്ര മാസ് ഇതിൽ നിന്ന് ബേൺ ചെയ്തു പോയി. ക്വസ്റ്റ്യനകത്തൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഇത്ര കിലോഗ്രാം മാസ് ബേൺ ഔട്ടായി പുറത്തു പോയി. അപ്പോൾ ഇതാണ് dm/dt. ക്വസ്റ്റ്യനകത്ത് ചിലപ്പം 2 കിലോഗ്രാം പെർ സെക്കൻഡ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്ര കിലോഗ്രാം തള്ളി പുറത്ത് പോയി എന്നൊക്കെ ക്വസ്റ്റ്യനകത്ത് തരും. അതാണ് dm/dt. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിലെ ഒരു കൺസെപ്റ്റാണ്, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്. നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റിന് അപ്വേർഡ് ത്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്വേർഡ് ഡയറക്ഷനിൽ ത്രസ്റ്റ് ഉണ്ട്, ഡൗൺവേർഡ് mg ഉണ്ട്. mg എന്ന് പറഞ്ഞാൽ ആരാ? വെയിറ്റ് ആണ്. അപ്പം ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ്. ത്രസ്റ്റിൽ നിന്നും അവിടുത്തെ വെയിറ്റിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ത്രസ്റ്റ് മൈനസ് വെയിറ്റ് എടുത്താൽ നെറ്റ് ഫോഴ്സ് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? U × dm/dt മൈനസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? mg. അവിടുന്ന് നമുക്ക് നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ റോക്കറ്റ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എഫ് നെറ്റ് എന്നൊരു ഇക്വേഷൻ കണ്ടോ. ഈ എഫ് നെറ്റിൽ നിന്നും ആ എഫ് നെറ്റിനെ MA എന്ന് വിളിക്കാം. MA വിച്ച് ഈസ് ഈക്വൽ ടു U × dm/dt മൈനസ് mg. നിങ്ങൾ ത്രൂ ഔട്ട് ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തേ. എമൗണ്ട് ഡിവൈഡ് ചെയ്താൽ ആക്സലറേഷൻ ഈക്വൽ ടു U/m × dm/dt minus g. This is the acceleration of the rocket. റോക്കറ്റിനെ ബേസ് ചെയ്ത് ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു ഏരിയ എന്നൊക്കെയാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ 1, 2, 3 ഇത്ര ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഈ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. 4 ഞാൻ നമ്പർ ഓർഡറിലൊന്നും അല്ല ഇട്ടത്, പല ഇതിലെഴുതിയിരിക്കുകയാണ്. അപ്പം ത്രസ്റ്റ്, നെറ്റ് ഫോഴ്സ്, ആക്സലറേഷൻ, ഇത്രയും കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ദ ഇനിഷ്യൽ മാസ് ഓഫ് ദ റോക്കറ്റ് ഈസ് 1000 kg. കാൽക്കുലേറ്റ് അറ്റ് വാട്ട് റേറ്റ് ഓഫ് ഫ്യൂവൽ. കണ്ടോ, വാട്ട് റേറ്റ് ഓഫ് ഫ്യൂവൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്യൂവൽ ഷുഡ് ബി കിലോഗ്രാം പെർ സെക്കൻഡിലല്ലയോ? ഓപ്ഷൻസ് ഒക്കെ കിലോഗ്രാം പെർ സെക്കൻഡിലല്ലയോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം what rate of fuel should be burned so that rocket give an acceleration 20 meter per second square from the gas come out
from the gas come out at a relative speed ആണ് തന്നിരിക്കുന്നത് 500 meter per second with respect to rocket. Relative speed നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം F thrust which is equal to എന്താ U relative അല്ല U relative into dm by dt. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളോട് ചോദിച്ചത് dm by dt ആണ്. അപ്പം നെറ്റ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ F net equal to F thrust minus F weight. F thrust എത്രയാ U relative into dm by dt. അത് റിലേറ്റീവ് വെലോസിറ്റി ആണ് കേട്ടോ. U relative into dm by dt minus mg. ഇതല്ലേ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ma. അവിടെ നിന്ന് എനിക്ക് എന്തെഴുതാം U തന്നിട്ടുണ്ട് എത്രയാ 500 ആണ് 500 ഇൻറ്റു dm by dt. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dm by dt മൈനസ് mg. m എത്രയാണ് മക്കളെ 1000 kg. അപ്പോൾ അത് 10⁻³ ആണ് ഇൻറ്റു ഗ്രാവിറ്റി 10 ആണ് ഈക്വൽ ടു m എത്രയാണ് 10⁻³ ആണ് ഇൻറ്റു ആക്സലറേഷൻ 20 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dm by dt അല്ലയോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. dm by dt ചെയ്യുമ്പോൾ 60 kg/s എന്ന് കിട്ടും. 60 kg/s എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലടാ മക്കളെ? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്. എ ഫോഴ്സ് ഓഫ് 40I plus 10J Newton act on a body of mass 5 kg. If the body starts from rest, its position vector r at a time t will be ശ്രദ്ധിച്ചോ, പൊസിഷൻ വെക്ടർ ആ ചോദിച്ചിരിക്കുന്നത്, അതായത് ഡിസ്പ്ലേസ്മെന്റ്. പൊസിഷൻ കാണാനുള്ള ഇക്വേഷൻ S is equal to എന്താ ut plus half at square. S is equal to ut plus half at square. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് u എന്തെടുക്കാം, u0 എന്ന് എടുക്കാം. കാര്യം എന്താ, സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്. സോ ഇക്വേഷൻ S is equal to half a t square. അപ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് എത്രടാ മക്കളെ? ഫോഴ്സ് വന്നിട്ടുണ്ട് എത്ര 40I plus 10J ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? മാസ് 5 ആണ്. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. 40/5 that is 8 ആണോ 8I plus 10/5 2J എന്ന് കിട്ടും. ആക്സലറേഷൻ കിട്ടി 8I plus 2J. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം S is equal to half into A എത്രയാ മക്കളെ? 8I plus 2J ആണോ ഇൻറ്റു ടി സ്ക്വയർ. ടി എത്രയാ 10 ആണ്. 10 സ്ക്വയർ എത്രയാ 100 ആണ്. സോ എനിക്ക് ഫൈനൽ ആൻസർ ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 4 എന്നും ഇത് 1 എന്നും കിട്ടും. 100 അകത്തോട്ട് കൊടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് S is equal to 400I plus 100J. 400I plus 100J. ഓപ്ഷൻ സി. ഓക്കെ ആണോ? നിങ്ങൾക്ക് കൺസെപ്റ്റ് ഞാൻ പഠിപ്പിക്കുന്നത് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല. യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബോയ് പുഷസ് എ ബോക്സ് ഓഫ് മാസ് 2 kg വിത്ത് എ ഫോഴ്സ് F തന്നിട്ടുണ്ട് എത്രയാ? F is equal to 20I plus 10J ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ആൻഡ് ദ മാസ് ഓഫ് ദ ബോഡി ഈസ് 2 kg. ചോദിച്ചേക്കുന്നത് എന്താണ്? ഇഫ് ദ ബോക്സ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ദെൻ ഡിസ്പ്ലേസ്മെന്റ്. സിമിലർ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് S is equal to ut plus half at square ആണോ? u0 ആണ്. സോ S is equal to, കാരണം ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, which is equal to half at square. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് 20I plus 10J ഡിവൈഡഡ് ബൈ മാസ് ആണ്. ഡിവൈഡ് ബൈ മാസ് 2 ആണ്. സോ which is equal to 10I plus 5J എന്ന് കിട്ടി. ആക്സലറേഷൻ കിട്ടി 10I plus 5J. നമുക്ക് വേണ്ടത് S അല്ലേ. സോ S is equal to half into A 10I plus 5J into T square.
ഇൻറ്റു ടി സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം? ഹാഫ് എ ടി സ്ക്വയർ. വെക്ടർ ഫോമിലല്ല, നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഡാഷ് ഇട്ടിട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു നമ്പർ ആയിരിക്കും, ഒരു സ്പെസിഫിക് നമ്പർ ആയിരിക്കണം. സോ നമുക്ക് ആക്സലറേഷൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. 10ൻ്റെ സ്ക്വയർ 100 ആണോ? 10i + 5j എന്നല്ലേ? 10i + 5j എന്നല്ലേ? സോ x is equal to half into ax into t square. ഡിസ്പ്ലേസ്മെന്റ് along x direction ആണ് വേണ്ടത് ആണോ? If the box is initially at rest, then the displacement along x ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ along x and y കോമ്പിനേഷനാണ്. നമുക്ക് x മാത്രം എടുത്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ax എത്രയാ? അത് 10 ആണ്. t എത്രയാ? 10 സ്ക്വയർ 100 ആണ്. കട്ട് ചെയ്യാം 5. സോ വിച്ച് ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടും. 500 മീറ്റർ. 500 മീറ്റർ. സോ നമുക്കിത് 500 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കും. 500 മീറ്റർ. സെറ്റ് അല്ലേ മക്കളെ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കും. കുഴപ്പമൊന്നുമില്ല. യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചോ. 2 fixed frictionless inclined plane making an angle 30 degree and 60 degree with the vertical are shown in figure. 2 blocks A and B are placed on 2 planes. What is the relative vertical acceleration of A with respect to B? Relative vertical acceleration with respect A ക്ക് B യോടുള്ള relative vertical acceleration. നിങ്ങൾ നോക്കിക്കോ. നമുക്കറിയാം ഈ ബ്ലോക്കിനെ താഴേക്ക് കൊണ്ടുവരുന്നത്, ഞാൻ ആ ഫിഗർ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. ഈ ആംഗിൾ എത്ര മക്കളെ? ഇത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രിയാണ്. ഫസ്റ്റ് കേസിൽ നിങ്ങൾ ആ ബ്ലോക്ക് ഒന്ന് എടുത്തേ. ഫസ്റ്റ് കേസിലെ ബ്ലോക്ക്, ഈ എം മാസുള്ള ബ്ലോക്ക്, നമുക്കറിയാം ഇവൻ്റെ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ് mg ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള കമ്പണൻറ്റ് mg സൈൻ തീറ്റയാണ്. ആണോ? mg സൈൻ തീറ്റയാണ്. ഞാൻ ഇൻ ടേംസ് ഓഫ് ആക്സലറേഷന് മാത്രം എഴുതാൻ പോകും, കാര്യം റിലേറ്റീവ് ആക്സലറേഷനാണ് ചോദിച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ജി. ഈ കമ്പണൻ്റ് ആരാ? ഈ കമ്പണൻ്റ് ജി സൈൻ 60. ജി സൈൻ 60 ഓക്കെ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിലെടുത്തേ. ഈ സർഫസിൽ താഴോട്ട് ആരുണ്ട്? ജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പണൻ്റ് ആരാ? ഈ കമ്പണൻ്റ് ആരാ പറഞ്ഞേ? ഈ കമ്പണൻ്റ് ജി സൈൻ 30. പക്ഷെ ചോദിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ആക്സലറേഷൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ വെർട്ടിക്കൽ ആക്സലറേഷൻ ഇവിടെ താഴോട്ട് ജി ആണ്, ഇവിടെ താഴോട്ട് ജി ആണ് എന്ന് വിചാരിക്കരുത്. വെർട്ടിക്കൽ ആക്സലറേഷൻ ജി വരുന്നത് എപ്പോഴാണ്? വെർട്ടിക്കൽ ആക്സലറേഷൻ ജി വരണമെങ്കിൽ അത് ഫ്രീ ഫോൾ ആയിരിക്കണം. ആൻസർ 0 പറയല്ലേ? ആൻസർ 0 പറയല്ലേ? ആൻസർ 0 വരില്ല. കാര്യം എന്താ? ഫ്രീ ഫോൾ ആണെങ്കിൽ ശരിയാ, എല്ലാവരുടെയും ആക്സലറേഷൻ ജി ആ, ഡൗൺവേർഡ്. അപ്പോൾ നമുക്ക് റിലേറ്റീവ് ആക്സലറേഷൻ 0 എന്ന് പറയാം. ഇവിടെ ഫ്രീ ഫോൾ ആണോ? അതൊരു ഇൻക്ലൈൻഡ് സർഫസിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്സലറേഷൻ ജി അല്ല. അപ്പോൾ നമ്മൾ വെർട്ടിക്കലി ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം. ഈ ആംഗിൾ 60 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഈ ആംഗിൾ 60 ആണ്. സോ ഈ കാണുന്ന കമ്പോണന്റ് ജി സൈൻ 60 ആണെങ്കിൽ ഈ കാണുന്ന കമ്പോണന്റ് ജി സൈൻ സ്ക്വയർ 60 ആയിരിക്കും. കാര്യം ജി സൈൻ 60യുടെ സൈൻ തീറ്റ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ജി സൈൻ തീറ്റയാണ്, ഇത് തീറ്റയാണ്. അപ്പോൾ ഇത് ജി സൈൻ തീറ്റ ആണെങ്കിൽ ഇത് ജി സൈൻ തീറ്റ കോസ് തീറ്റ, ഇത് ജി സൈൻ തീറ്റ സൈൻ തീറ്റ, ദാറ്റ് ഈസ് ജി സൈൻ സ്ക്വയർ തീറ്റ. അത് എഴുതിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി അല്ലേ മക്കളെ? ആണോ? അപ്പം ഇത് ജി സൈൻ 30 ആണെങ്കിൽ ഈ കാണുന്ന കമ്പോണന്റ് ജി സൈൻ 30യുടെ സൈൻ 30 അല്ലേ? ജി സൈൻ 30യുടെ സൈൻ 30 അല്ലേ? സോ ദിസ് കമ്പോണന്റ് ഈസ് ജി സൈൻ സ്ക്വയർ 30. ജി സൈൻ സ്ക്വയർ 30. സോ നമുക്ക് എഴുതാം റിലേറ്റീവ് ആക്സിലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി സൈൻ സ്ക്വയർ 60 മൈനസ് ജി സൈൻ സ്ക്വയർ 30. ജി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ എന്ത് വരും? സൈൻ സ്ക്വയർ 60 മൈനസ് സൈൻ സ്ക്വയർ 30 എന്ന് വരും.
So G is equal to നോക്കിയേ G into sin 60 root 3/2 ആണ്, സ്ക്വയർ എടുക്കുമ്പോൾ 3/4 എന്ന് കിട്ടും. മൈനസ് sin 30 1/2 ആണ്, അത് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് 1/4 എന്ന് വരും. സോ 4/3 മൈനസ് 1 2 ആണ്. സോ 2/4 അത് by2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് G/2. G 9.8 ആണെങ്കിൽ അതിൻ്റെ പകുതി 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ ആണ്. 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് എന്ന് വിചാരിച്ചോട്ടെ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A block is kept on a frictionless inclined surface with the angle of inclination alpha. The incline is given an acceleration a to keep the block stationary. Then the acceleration alpha is. ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഒരു ഇൻക്ലൈൻഡ് വെഡ്ജിൽ ഞാനൊരു ബ്ലോക്ക് വെച്ചിരിക്കുക. ആ ബ്ലോക്ക് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ എ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതൊരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിലല്ലേ എന്ന് വിചാരിച്ചോ. ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം ആണ്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മക്കളെ, ഈ കാർട്ട് റൈറ്റിലോട്ടല്ലേ ആക്സിലറേറ്റ് ചെയ്തത്. ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ റൈറ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിലിരിക്കുന്ന സിസ്റ്റത്തിന് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ദിസ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് സ്യൂഡോ ആക്സിലറേഷൻ. ആ കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. സ്യൂഡോ ആക്സിലറേഷൻ എന്ന് പറയും. അതായത് ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയുള്ള കൺസെപ്റ്റാണ്, അതാണ് സ്യൂഡോ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു എം മാസുള്ള ബ്ലോക്കാണ് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കും. ഈ സിസ്റ്റം റൈറ്റിലോട്ട് എ ആക്സിലറേഷനിൽ കൊണ്ടുപോകല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് സ്യൂഡോ ആക്സിലറേഷൻ. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചത് എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇൻക്ലിനേഷൻ ആൽഫയാണ്. ദ ഗിവൺ ആക്സിലറേഷൻ എ കീപ് ദ ബോഡി ഇൻ സ്റ്റേഷനറി. ദെൻ എ ഈസ്, നമുക്ക് നോക്കാം. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും, എം ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടൊരു കമ്പണന്റ് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് എം ജി സൈൻ ആൽഫ. ഇനി ഈ കാണുന്ന ആക്സിലറേഷൻ എ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു കമ്പണന്റ് ഇങ്ങോട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കാണുന്ന കമ്പണന്റിനെ എനിക്ക് ഈ ആംഗിൾ ആൽഫ അല്ലേ മക്കളെ. സോ ഈ ആംഗിൾ ഓൾസോ ആൽഫ. സോ ഇത് എ കോസ് ആൽഫ എന്ന് വിളിക്കും. ഇവിടെ സ്ലിപ്പിംഗ് നടക്കാതിരിക്കണമെങ്കിൽ, അതായത് ആ ബ്ലോക്ക് അതിന്റെ ഒപ്പം പോകണമെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ദെയർ ഇസ് നോ സ്ലിപ്പിംഗ്. സ്ലിപ്പിംഗ് നടക്കാതിരിക്കണമെങ്കിൽ എ കോസ് ആൽഫയും എം ജി സൈൻ ആൽഫയും ബാലൻസ്ഡ് ആയിരിക്കണം. എ കോസ് ആൽഫ അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കിലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എ ആണെങ്കിൽ ഈ ബ്ലോക്കിന് ഒരു എം മാസ് ഉണ്ടല്ലോ. അപ്പൊ അവന് കിട്ടുന്ന സ്യൂഡോ ഫോഴ്സ് എം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എം എ കോസ് ആൽഫ എന്ന് വിളിക്കാം. നമ്മളുടെ ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എം എ കോസ് ആൽഫ എന്ന് വിളിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ എം എ കോസ് ആൽഫയും ഈ എം ജി സൈൻ ആൽഫയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ഫോർ ബ്ലോക്ക് ഇൻ ഇക്വിലിബ്രിയം എം എ കോസ് ആൽഫ ഈക്വൽ ടു എം ജി സൈൻ ആൽഫ. ഇവിടുന്ന് എമ്മും ക്യാൻസൽ ചെയ്താൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി സൈൻ ആൽഫ ബൈ കോസ് ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ടാൻ ആൽഫ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി. കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ ആണോടാ മക്കളെ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തതായിട്ട് കണക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് കയറുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഈ കണക്റ്റഡ് സിസ്റ്റത്തിൽ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം, കണക്റ്റഡ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിപ്പം ലൈവിൽ കുറച്ച് സമയമാണുള്ളത്. എല്ലാം കൂടി പറയാനുള്ള സമയക്കുറവ് കൊണ്ടും ഞാൻ അതിനെ റിലേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള പ്രീവിയസ് സെൻറ്റൻസിന് ചോദിച്ച കുറച്ച് കൺസെപ്റ്റ് പറയാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കുക.
നമുക്ക് കണക്റ്റഡ് സിസ്റ്റത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ 2 ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, 2 ബ്ലോക്ക് ഇരിക്കും, M1 M2 2 ബ്ലോക്കുകൾ ഇരിക്കും. ചോദിക്കും വാട്ട് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് 2 ബ്ലോക്സ്. നോർമൽ റിയാക്ഷൻ കാണാം. നിങ്ങൾക്കറിയാം എന്താ, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് F ആണ്. അപ്പോൾ ഈ സിസ്റ്റം റൈറ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അത് A ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, കണക്റ്റഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആക്സിലറേഷൻ എക്സ്റ്റേണൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ് M1 + M2. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ നോർമൽ റിയാക്ഷൻ. അപ്പം നോർമൽ റിയാക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ M1 M2 ഏതെങ്കിലും ഒരു ബ്ലോക്കുകളെ സെപ്പറേറ്റ് എടുക്കുക. എപ്പോഴും നമ്മൾ ലീസ്റ്റ് നമ്പർ ഓഫ് ഫോഴ്സസ് ഉള്ള ബ്ലോക്കുകളെ എടുക്കാറുള്ളൂ. അപ്പം നമ്മൾ ഏതെടുക്കും, ബ്ലോക്ക് M2 കൺസിഡർ ചെയ്യും. ഈ M2 കൺസിഡർ ചെയ്താൽ നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ് വരയ്ക്കണം. നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ് വരയ്ക്കണം, ബിക്കോസ് നോർമൽ റിയാക്ഷൻ ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ് ആണ്. ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ് A ആണ്. F is equal to MA ആണ്. F എന്ന് പറഞ്ഞാൽ N ആണ്, ഈക്വൽ ടു MA. M എന്ന് പറഞ്ഞാൽ M2 ആണ്, ആക്സിലറേഷൻ A ആണ്. സോ M2 ഇൻറ്റു എക്ക് പകരം എന്നാ കൊടുക്കാം, F by M1 plus M2. F by M1 plus M2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാവുന്ന കൺസെപ്റ്റാണ്. ഇതുപോലെ തന്നെ അടുത്തൊരു കൺസെപ്റ്റാണ് ബ്ലോക്സ്. ഇപ്പൊ നമ്മൾ ബ്ലോക്സ് ഇൻ കോണ്ടാക്ട് ആണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു കൺസെപ്റ്റാണ് ബ്ലോക്സ് കണക്റ്റഡ് ബൈ എ സ്ട്രിങ്. ബ്ലോക്സ് കണക്റ്റഡ് ബൈ എ സ്ട്രിങ്. ഇത് ഇവിടെ ഒരു മാസ് M1 ഇരിക്കുന്നു, ഇവിടെ വേറൊരു മാസ് M2 അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, മാസ് M2. നിങ്ങൾ റൈറ്റിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്തു F. വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്? വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്? നിങ്ങൾക്കറിയാം ഇവന്റെ ആക്സിലറേഷൻ, കോമൺ ആക്സിലറേഷൻ A ആണ് ആ സിസ്റ്റത്തിന്റെ. അങ്ങനെയാണെങ്കിൽ കണക്റ്റഡ് സിസ്റ്റം ആണ്, ആദ്യം ആക്സിലറേഷൻ കാണണം. നെറ്റ് ഫോഴ്സ് F ആണ്, ബൈ ടോട്ടൽ മാസ് M1 plus M2 ആണ്. നമ്മളോട് ടെൻഷൻ ആണ് കാണാൻ ചോദിക്കുന്നത്. ലീസ്റ്റ് നമ്പർ ഓഫ് ഫോഴ്സസ് ഉള്ളത് M1-ലാണ്. സോ നമ്മൾ M1-ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് F ഈക്വൽ ടു MA എന്ന് അപ്ലൈ ചെയ്യും. സോ M1 മാത്രം കൺസിഡർ ചെയ്താൽ ടെൻഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്, ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്. ടെൻഷൻ റൈറ്റിലേക്ക് എടുക്കാൻ കാരണം ടെൻഷൻ ഈസ് എ പുള്ളിംഗ് ഫോഴ്സ്. ടെൻഷൻ ഓൾവേസ് എവേ ഫ്രം ദ സിസ്റ്റം ആണ്. അപ്പം F is equal to MA. F T ആണ്. M1 ഇൻറ്റു A ആണ്. ആക്സിലറേഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, M1 ഇൻറ്റു F ബൈ M1 പ്ലസ് M2. ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് കൺസ്ട്രെയിൻഡ് റിലേഷൻ, അല്ലെങ്കിൽ സിംപ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. JEE എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് പോകാം. കൺസ്ട്രെയിൻഡ് റിലേഷനിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 1-2 കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നോക്കിക്കേ, ഒരു സർഫസിൽ ഞാനൊരു ബ്ലോക്ക് വെച്ചിരിക്കുന്നു. ഒരു ബ്ലോക്ക്, ഇവൻ്റെ മാസ് നമുക്ക് M1 എന്ന് എടുക്കാം. ഇവിടെ വേറൊരു ബ്ലോക്ക് വെച്ചിരിക്കുന്നു, ഇവൻ്റെ മാസ് M2 എന്ന് വിളിക്കാം. ഞാൻ ഇവരെ ഒരു V വെലോസിറ്റിയിൽ ഒരു തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യിക്കുകയാണ്. ഒരു തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യിക്കും. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേ, ഈ M1 മാസിൻ്റെ റൈറ്റിലോട്ടുള്ള വെലോസിറ്റിയെ ഞാൻ V1 എന്നും M2ൻ്റെ റൈറ്റിലോട്ടുള്ള വെലോസിറ്റിയെ V2 എന്നും, സപ്പോസ് ഈ സ്ട്രിങ്ങയിൽ ഒരു ബോയ് ഇരിപ്പുണ്ടെന്ന് ചുമ്മാ വിചാരിച്ചോ, അവിടുത്തെ വെലോസിറ്റിയെ ഞാൻ V3 എന്നും വിളിക്കുക. അപ്പോൾ M1ൻ്റെ വെലോസിറ്റി V1, M2ൻ്റെ വെലോസിറ്റി V2, അതിലിരിക്കുന്ന ബോയ് അവൻ്റെ വെലോസിറ്റി V3 എന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൺസ്ട്രെയിൻഡ് റിലേഷൻ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്, വെലോസിറ്റി along the string, velocity along the string always constant. സ്ട്രിങ്ങിന്റെ ലെങ്തിന് എലോങ് എടുത്താൽ, ഈ ലെങ്ത് എലോങ് കൺസിഡർ ചെയ്താൽ അവിടുത്തെ വെലോസിറ്റികൾ കോൺസ്റ്റന്റ് ആയിരിക്കും. V1 along the string ആണ്, V3 along the string ആണ്, V2 along the string ആണ്, V cos theta along the string ആണ്, V cos theta along the string ആണ്. അപ്പോൾ എനിക്ക് എഴുതാം V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V3 ഈക്വൽ ടു V cos theta എന്ന് പറയാൻ പറ്റും. കാര്യം അവന്മാർ എലോങ് ദ സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ എലോങ് ദി ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ്. ആ വെലോസിറ്റികൾ എപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം.
ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. അതുപോലെ തന്നെ കൺസ്ട്രെയിൻ റിലേഷനിലെ അടുത്തൊരു കൺസെപ്റ്റ് ആണ്. അതിന്റെ ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്ന് അറിഞ്ഞാൽ മതി. സിഗ്മ ടി ഡോട്ട് എക്സ് 0 അല്ലെങ്കിൽ സിഗ്മ ടി ഡോട്ട് വി ഈക്വൽ ടു 0, അതുമല്ലെങ്കിൽ സിഗ്മ ടി ഡോട്ട് എ ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക. മക്കളെ, ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടെൻഷൻ ഒരു ഫോഴ്സ് ആണ്. എഫ് ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അതുപോലെ ഇത് എഫ് ഡോട്ട് വി ആണ്, കാരണം ടെൻഷൻ ഫോഴ്സ് ആണ്. വി വെലോസിറ്റി ആണ്. എഫ് ഡോട്ട് വി പവർ ആണ്. ടോട്ടൽ സം ഓഫ് ദി പവർ അല്ലെങ്കിൽ സം ഓഫ് ദി വർക്ക് ഡൺ ഡ്യൂ ടു ടെൻഷൻ 0 ആയിരിക്കും. നെറ്റ് വർക്ക് ഡൺ ഡ്യൂ ടു ടെൻഷൻ എന്താവണം? 0 ആവണം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് 1-2 പ്രോബ്ലംസ് നോക്കാം, കൺസെപ്റ്റ് നോക്കാം, അത് കഴിഞ്ഞ് പ്രോബ്ലം നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഒരു സർഫസിൽ ഒരു ബ്ലോക്ക് ഇരിക്കുന്നു, മാസ് m1. ഇവിടെ വേറൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, മാസ് m2. നമ്മൾ ഇവനെ റൈറ്റിലോട്ട് പിടിച്ച സിസ്റ്റത്തിനെ മൂവ് ചെയ്യിക്കുക. അപ്പൊ സപ്പോസ് ഇവൻ റൈറ്റിലോട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് x1 ഉം ഇവൻ റൈറ്റിലോട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് x2 ആണെന്ന് വിചാരിക്കും. അപ്പം ശ്രദ്ധിക്കണേ. അപ്പം x1 ഉം x2 ആണെന്ന് വിചാരിക്കും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക, നമ്മളിവിടെ ഡിസ്റ്റൻസുകളുടെ റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. കോമൺ സെൻസ് വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഈ ഡിസ്റ്റൻസ് x1 ഉം x2 ഉം ഈക്വൽ ആയിരിക്കും. ഡിസ്റ്റൻസ് x1 ഈക്വൽ ടു x2 ആയിരിക്കും. x1 ഉം x2 എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഈ x1 ഉം x2 ഉം ഈക്വൽ ആണെന്ന് നമുക്ക് അത് കോമൺ സെൻസ് വെച്ച് പറയാം, കാര്യം അത് കണക്റ്റഡ് സിസ്റ്റം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ പോകും. സിഗ്മ ടി ഡോട്ട് എക്സ് വെച്ച് പ്രൂവ് ചെയ്യാൻ പോകും. അപ്പൊ ശ്രദ്ധിച്ചിരുന്നേ, ഫസ്റ്റ് മാസ് എടുത്താൽ ടെൻഷൻ റൈറ്റിലോട്ടല്ലേ? ടെൻഷൻ റൈറ്റിലോട്ടാണ്. ഡിസ്റ്റൻസ് റൈറ്റിലോട്ടല്ലേ? റൈറ്റിലോട്ടാണ്. അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ എന്താ? ടി ഡോട്ട് x1 കോസ് 0. കാര്യം രണ്ടുപേരും ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ടി ആൻഡ് എക്സ് 0 ആയി. അപ്പൊ ടി ഡോട്ട് x1 എന്താ? കോസ് 0 എന്ന് എടുക്കാം. ഇനി സെക്കൻഡ് മാസ് എടുത്താൽ ടെൻഷൻ ലെഫ്റ്റിലോട്ടാണ്, ഡിസ്റ്റൻസ് റൈറ്റിലോട്ടാണ്. അവർ തമ്മിലുള്ള ആംഗിൾ 180 ആണ്. അപ്പൊ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ടി ഡോട്ട് x2 കോസ് 180 എന്ന് വിളിക്കാം. ഇവരുടെ സം ഈക്വൽ ടു 0 ആണ്. കോസ് 180 -1 ആണ്. കോസ് 0 1 ആണ്. അപ്പൊ ടി x1 മൈനസ് ടി x2 ഈക്വൽ ടു 0. ഇക്വേറ്റ് ചെയ്താൽ ടി x1 ഈക്വൽ ടു ടി x2, x1 ഈക്വൽ ടു x2. ടി കട്ടായി പോയി. x1 ഈക്വൽ ടു x2. അതല്ലേ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് വെച്ച് എഴുതിയ സാധനം. അത് കോമൺ സെൻസ് വെച്ച് ഈ സിമ്പിൾ സാധനം നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഡിഫിക്കൽട്ട് സാധനം വന്നാൽ നമുക്ക് എഴുതാൻ പാടാണ്. അപ്പൊ അതിന് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഒരു പുള്ളി സിസ്റ്റം നമ്മളിവിടെ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നു. മാസ് m1, ഇവിടെ ഒരു മാസ് m2. നമുക്ക് അസ്യൂം ചെയ്യാം ദിസ് ബ്ലോക്ക് m1 മൂവിങ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ a1. അപ്പോൾ ദിസ് ബ്ലോക്ക് ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ a2. അപ്പോൾ ഈ a1 ഉം a2 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അന്നേരം സിഗ്മ ടി ഡോട്ട് എ ഈക്വൽ ടു 0 ഇക്വേഷൻ എടുക്കണം. ഫസ്റ്റ് മാസ് എടുത്താൽ ടെൻഷൻ മുകളിലോട്ടല്ലേ? അതെ. ആക്സലറേഷൻ താഴോട്ടല്ലേ? അവർ തമ്മിലുള്ള ആംഗിൾ 180 അല്ലേ? സോ ടി ഡോട്ട് a1 കോസ് 180 അത് മൈനസ് ആണ്. ഇനി സെക്കൻഡ് മാസ് എടുത്താൽ ഇവിടെ ടി, സോ ദിസ് ഈസ് 2t. ആ 2t എങ്ങോട്ടാ? മുകളിലേക്കാണ്. a2 എങ്ങോട്ടാ? മുകളിലേക്കാണ്. അവർ തമ്മിലുള്ള ആംഗിൾ 0 അല്ലേ? അപ്പൊ പ്ലസ് 2t ഡോട്ട് a2 വിച്ച് ഈസ് ഈക്വൽ ടു 0. 2t ഡോട്ട് a2 കോസ് 0 ആണ്. കോസ് 0 1 ആണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ടിയും ടിയും അങ്ങ് ക്യാൻസൽ ആയി പോയി. a1 ഈക്വൽ ടു 2 ടൈംസ് a2. a1 ഈക്വൽ ടു 2 ടൈംസ് a2. a2ന്റെ ഡബിൾ ആക്സിലറേഷൻ ഉണ്ട് a1ന്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കൺസ്ട്രെയിൻ റിലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസ്ട്രെയിൻ റിലേഷൻ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്ത് പ്രീവിയസ് എൻട്രൻസിന് 2021 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ദ ബോക്സ് ഓഫ് മാസ് 2 kg, masses 2 kg and 8 kg are connected by a massless string passing over a
പുള്ളി, സ്മൂത്ത് പുള്ളി. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ബോക്സ് ഓഫ് 8 kg സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് സ്റ്റാർട്ടിങ് ഫ്രം റസ്റ്റ്. ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ആ ഫിഗർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടോട്ടൊന്ന് റീഡ്രോ ചെയ്തെടുക്കുവാണ്. ഇവിടെ ഒരു പുള്ളി സിസ്റ്റം ഉണ്ട് അല്ലേ? യെസ്, ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ മാസം എത്ര മക്കളെ? ആ മാസ് 2 kg ആണ്, 2 kg ആണ്. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ആ മാസം എത്രയാ? ആ മാസ് 8 kg ആണ്. 2 kg സർഫസിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? അത് 20 സെന്റിമീറ്റർ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ കൃത്യമായി ചോദിക്കേ. The boxes of mass 2 kg and 8 kg connected by massless string passing over a smooth pulley. Calculate the time taken by the box mass 8 kg strikes the ground starting from rest. റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഗ്രൗണ്ടിൽ മുട്ടാൻ എടുക്കുന്ന സമയം. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ പഠിച്ച കൺസ്ട്രെയിൻ റിലേഷൻ ഇവിടെ വേണ്ടി വരും. 8 kg താഴോട്ട് വരുമ്പോൾ ഇവൻ മുകളിലോട്ട് പോകും. ഞാൻ ഇവൻ്റെ ആക്സലറേഷനെ A1 എന്ന് വിളിക്കുവാണ്. ഇവിടെ ടെൻഷൻ T ആണ്. അപ്പോൾ ഇവൻ താഴേക്ക് വരും. ഇവൻ്റെ ആക്സലറേഷനെ A2 എന്ന് വിളിക്കാം. ഇവിടെ ടെൻഷൻ T ആണ്, ഇവിടെ ടെൻഷൻ T ആണ്. സോ ദിസ് ഈസ് 2T. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻ റിലേഷൻ ആദ്യം എഴുതാം. 2T മുകളിലോട്ടാണ്, A1 താഴോട്ടാണ്. അവരുടെ ആംഗിൾ 180 ആണ്, അപ്പോൾ അത് മൈനസ് കിട്ടും. അതുപോലെ T മുകളിലേക്കാണ്, ആക്സലറേഷൻ A1 മുകളിലേക്കാണ്, ആംഗിൾ 0 ആണ്. സോ T ഡോട്ട് ഇത് 2T ഡോട്ട് A2 ആണ്. അടുത്തയാൾ T ഡോട്ട് A1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവരുടെ സം ആണ് 0 അല്ലേ? അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ T പോയി 2A2 ഈക്വൽ ടു A1. അപ്പോൾ A1ൻ്റെ ആക്സിലറേഷൻ A ആണെങ്കിൽ ഇത് 2 ടൈംസ് ആവണം. അപ്പോൾ A2ൻ്റെ ആക്സിലറേഷൻ 2A ആയിട്ട് മാറും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവൻ്റെ ആക്സിലറേഷൻ നമ്മൾ A എന്ന് കൺസിഡർ ചെയ്താൽ ഇവൻ്റേത് ഡബിൾ ആവണം എന്നല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അല്ല, A1 ഈക്വൽ ടു 2 ടൈംസ് A2. A1 ഈക്വൽ ടു 2 ടൈംസ് A2 എന്നല്ലേ? A1 ഈക്വൽ ടു 2 ടൈംസ് A2. അതായത് ഇവൻ്റെ ആക്സിലറേഷൻ നമ്മൾ A എന്ന് കൺസിഡർ ചെയ്താൽ അല്ലേ, ഇവൻ്റെ ആക്സിലറേഷൻ 2A ആയിട്ട് മാറും. 2A ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കാം മക്കളെ, ഇതാണ് നമുക്ക് കൺസ്ട്രെയിൻ റിലേഷനിൽ നിന്ന് കിട്ടിയത്. ഇനി നമ്മൾ ആ കൺസ്ട്രെയിൻ റിലേഷൻ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ബ്ലോക്ക് താഴേക്ക് വരുന്ന ആക്സിലറേഷൻ A ആണ്, ഈ ബ്ലോക്ക് മുകളിലേക്ക് പോകുന്ന ആക്സിലറേഷൻ 2A ആണ്. 2A ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കും. സോ നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ആദ്യം നിങ്ങൾ ആ 8 kg മാസ് മാത്രം ഒന്ന് എടുത്തേ. അപ്പോൾ താഴോട്ട് വെയിറ്റ് mg 80 ന്യൂട്ടൺ, മുകളിലോട്ട് ടെൻഷൻ എത്രയാ? 2T. ഇവൻ താഴേക്ക് വരുന്ന ആക്സലറേഷൻ A ആണ്. അടുത്ത ആളെ എടുത്തേ, അത് മാസ് എത്രയാ? മാസ് 2 kg ആണ്. താഴോട്ട് വെയിറ്റ് mg 20 ന്യൂട്ടൺ, മുകളിലോട്ട് ടെൻഷൻ T. അവൻ മുകളിലോട്ട് പോകുന്ന ആക്സലറേഷൻ എത്രയാ മക്കളെ? അത് 2A ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തേ. ഫസ്റ്റ് ഈ ഫിഗറിലെ ഈ ഫിഗറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഇതൊക്കെ കൺസ്ട്രെയിൻ റിലേഷനിൽ നിന്ന് കിട്ടിയ സാധനമാണേ. യെസ്, ഫസ്റ്റ് ഫിഗറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു MA. ആക്സലറേഷൻ താഴോട്ടല്ലേ? ആക്സലറേഷൻ താഴോട്ടല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഇവിടെ ആക്സലറേഷൻ മുകളിലേക്കല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. F is equal to MA. പറഞ്ഞേ F is equal to MA. 80 മൈനസ് 2T ആണോ? 80 മൈനസ് 2T is equal to MA. M എത്ര? 8 ഇൻറ്റു ആക്സലറേഷൻ A. അടുത്ത ഇവൻ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ, അവൻ മുകളിലേക്കല്ലേ പോകുന്നത്? സോ T മൈനസ് 20 ഈക്വൽ ടു 2A. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. MA എന്നാണ്, M2 ഉണ്ട്. സോ 2 ഇൻറ്റു 2A. കാര്യം 2A എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്സലറേഷൻ A ആയിരുന്നു. മാസ് 2 ആണ് ഇൻറ്റു ആക്സലറേഷൻ 2A. എന്താ മോളെ തിരിച്ചല്ലേ എന്ന് ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. എന്താ ചോദിച്ചത്? ശിവാനി എന്താ ചോദിച്ചത്? തിരിച്ചല്ലേന്നോ? എന്ത്? ആക്സിലറേഷന്റെ കാര്യമാണോ? ഒന്ന് കമന്റ് ചെയ്യൂ. ആക്സിലറേഷന്റെ കാര്യം തിരിച്ചാണോ? അല്ലല്ലോ. ഇവിടുത്തെ ആക്സിലറേഷൻ A അല്ലേ? ഇവിടുത്തെ ടെൻഷൻ 2T അല്ലേ? അപ്പോൾ അതാണ് ഞാൻ എഴുതിയത്. ഇവിടുത്തെ ആക്സിലറേഷൻ നമ്മൾ ഇനിഷ്യലി A2 എന്നാണ് വിളിച്ചത്. A2 എന്നാണ് വിളിച്ചത്.
ഇവിടുത്തെ 2t എന്നാണ് വിളിച്ചത്. അപ്പം A2 ഇത് 2t, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവൻ്റെ ആക്സലറേഷൻ A1 എന്നാണ് ഞാൻ വിളിച്ചത്. ടെൻഷൻ T ആണ്, അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത് T.A1. അവിടുന്ന് 2A2 ഈക്വൽ ടു A1 എന്ന് കിട്ടി. അതായത് A1 എന്ന് പറഞ്ഞാൽ A2ൻ്റെ ഡബിൾ ആണെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. A2 ഇതല്ലേ എടുത്തത് ഞാൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ഇക്വേഷൻ നമ്പർ 2വിനെ ഒരു 2 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, 80 മൈനസ് 2t ഈക്വൽ ടു 8. അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 2വിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2t മൈനസ് 4t ഈക്വൽ ടു വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓൾറെഡി 2 × 2 4 ഉണ്ട്. ആണോ? 2 × 2 4 ഉണ്ട്. 4 അതിനെ വീണ്ടും ഒരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 എന്ന് കിട്ടുന്നു. 2 ഇക്വേഷൻസ് ആയില്ലേ? എന്തിനാന്ന് വെച്ചാൽ ഈ 2t എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 80 മൈനസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു 80a പ്ലസ് 8a 16a എന്ന് കിട്ടി. അവിടുന്ന് ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു 40/16 വിച്ച് ഈസ് ഈക്വൽ ടു 10/4 എന്ന് കിട്ടി. 10/4 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് ആക്സലറേഷൻ കാണാനല്ല. നമ്മളോട് ചോദിച്ചത് എന്താ ചോദിച്ചത്? ശിവാനി, എനിക്ക് മനസ്സിലായി. ഗോപിക ശിവാനി. ഞാൻ ആദ്യം എഴുതിയപ്പോൾ ഞാൻ കമന്റ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നേരത്തെ എഴുതിയപ്പം മോളെ തിരുത്തി പറഞ്ഞാണ്. മനസ്സിലായി. അപ്പോൾ ആക്സലറേഷൻ 10/4 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താ? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t². ഡിസ്റ്റൻസ് അല്ല, അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചത്. u0 ആണെന്ന് നമുക്കറിയാം. ഈ ടൈം അങ്ങ് പോയി. ടൈം കാണാൻ t² ഈക്വൽ ടു എന്താ? 2s/a. 2 ഇൻറ്റു എസ് എത്രയാ? S 20 സെൻറ്റിമീറ്റർ. അതിനെ മീറ്ററിലാക്കുന്നു. 0.2 ഇൻറ്റു ബൈ a എത്ര? 10/4 ആണ്. 10/4. ആ 4 മോളിൽ കൊടുക്കുന്നു. എനിക്ക് കിട്ടുന്നു എത്ര കിട്ടും മക്കളെ? ഇവനെ കട്ട് ചെയ്യാമല്ലോ. 4 × 2 8. അതൊരു 0.4 കൂടെ കയറി വരും. 24 8 22 4 16 എന്ന് വരും. t ഈസ് ഈക്വൽ ടു 0.4 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ടോ? t ഈസ് ഈക്വൽ ടു 0.4 സെക്കൻഡ്. ഓപ്ഷൻ ഡി. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്കത് ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. With what minimum acceleration can monkey slide down a rope whose breaking strength is 2/3 of his weight? മങ്കി ആണ് പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാവുന്നതാ. മങ്കി താഴേക്കല്ല വരുന്നത്. ടെൻഷൻ 2/3 ഓഫ് വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ടെൻഷൻ 2/3 ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 2/3 ഓഫ് ഇറ്റ്സ് വെയിറ്റ് mg ആയി. താഴോട്ട് ഓൾറെഡി mg ഉണ്ട്. നമുക്കറിയാം ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ എന്താ? mg മൈനസ് ടി ഈക്വൽ ടു ma. അപ്പോൾ mg മൈനസ് ടി നമുക്ക് കിട്ടി എത്ര? 2/3 mg which is equal to ma. Cross multiply 3 mg minus 2 mg that is equal to mg/3 which is equal to ma. m cancel ചെയ്യാം. ആക്സലറേഷൻ കിട്ടി g/3 ഓപ്ഷൻ A. ആക്സലറേഷൻ കിട്ടി g/3 ഓപ്ഷൻ A. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെയാണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ എ ഡബിൾ അറ്റ്വുഡ്സ് മെഷീൻ ആസ് ഷോൺ ഇൻ ഫിഗർ. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് മാസസ്? ഈ സിസ്റ്റത്തിലെ ആക്സലറേഷൻ ഓഫ് ദി മാസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ആദ്യം ഇതിൽ ഓരോരുത്തരുടെയും ആക്സലറേഷൻ A ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും ആക്സലറേഷൻ A ആണ്. ഇതും A ആണ്. ഫിഗറിൽ കൃത്യമായി അത് A എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലെങ്കിൽ അത് ഇച്ചിരി ക്ലിയർ ആവാനാണ് എഴുതിയത്. നമ്മളിത് ചെയ്യാൻ എളുപ്പമാണ്, ഒന്നുമില്ല. നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിച്ചാൽ പോരെ. ഇവരുടെ ഓരോരുത്തരുടെയും ഫ്രീ ബോഡി ഡയഗ്രാം എഴുതുക. നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്താൽ എനിക്ക് ഇക്വേഷൻ എഴുതാം. mg മൈനസ് ടി ഈക്വൽ ടു ma. ഡൗട്ട് ഉണ്ടോ? mg മൈനസ് ടി ഈക്വൽ ടു ma. എന്താ അങ്ങനെ എഴുതാൻ കാര്യം? ഈ സിസ്റ്റം വരുന്നത് താഴേക്കല്ലേ? താഴേക്കാണ്. ഈ സിസ്റ്റം താഴേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു.
ഡൗൺവേർഡ് ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ എം ജി ഗ്രേറ്റർ ദാൻ ടി എന്ന് നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ മങ്കി ക്ലൈംബിംഗ് ഡൗൺവേർഡ്, അപ്പം മങ്കി മൂവിങ് ഡൗൺവേർഡ് എം ജി മൈനസ് ടി എന്ന് എടുക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഇക്വേഷൻ എഴുതിയത്. ഇനി അടുത്തത് നോക്കി, ഈ ഫിഗറിലേക്ക് പോയാൽ അതും താഴേക്കാണ് വരുന്നത്, ആക്സലറേഷൻ താഴേക്കാണ്. സോ നമുക്ക് എഴുതാം എം ജി മൈനസ് ടി ഈക്വൽ ടു എം എ. ഇനി നിങ്ങൾ ഈ ഫിഗറിലേക്ക് പോയാൽ ആ ബ്ലോക്ക് പോകുന്നത് മുകളിലേക്കാണ്. മുകളിലേക്ക് 2 ടെൻഷൻ ഉണ്ട് 2T, താഴേക്ക് വെയിറ്റ് ഉണ്ട് എം ജി. ബ്ലോക്ക് പോകുന്നത് മുകളിലേക്കാണ്. സോ 2T മൈനസ് എം ജി എന്ന് നമ്മൾ എഴുതണം. 2T മൈനസ് എം ജി ഈക്വൽ ടു എം എ. ഈ 3 ഇക്വേഷനോട് ആഡ് ചെയ്താൽ ഇത് മൈനസ് ടി അത് ഈ പ്ലസ് 2T ആയിട്ട് അങ്ങ് ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു പ്ലസ് എം ജി മൈനസ് എം ജി എനിക്ക് ക്യാൻസൽ ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒരു എം ജി മാത്രം വരും, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എം എ പ്ലസ് എം എ എന്ത് വരും, 3 ടൈംസ് എം എന്ന് വരും. എമ്മും ക്യാൻസൽ ചെയ്താൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു G/3. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു G/3. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ ഈസ് എ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. യെസ്, അങ്ങനെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14 വായിച്ചു നോക്കിയ. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താ? 2 മങ്കികൾ, 2 monkeys B. The monkey B shown in figure hold onto the tail of monkey A. monkey B monkey Aയുടെ ടൈലിൽ പിടിച്ച് തൂങ്ങിയിരിക്കുക. മാസ് ഓഫ് monkey A and B are 5 kg and 2 kg. ഇവന്റെ മാസ് തന്നിട്ടുണ്ട് 5 kg, ഇവന്റെ മാസ് തന്നിട്ടുണ്ട് 2 kg. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? If A can tolerate maximum tension of 30 Newton in its tail. ഈ ടെയിലിൽ മാക്സിമം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ 30 ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാട്ട് ഫോഴ്സ് ഷുഡ് അപ്ലൈഡ് ഓൺ ദ റോപ്പ് ഇൻ ഓർഡർ ടു ക്യാരി ദ മങ്കി ബി വിത്ത് ഇറ്റ്. അവന്റെ കൂടെ കൊണ്ടുപോകണം, എത്ര ഫോഴ്സ് റോപ്പിൽ കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റിലേക്ക് പോകാം. ഈ റോപ്പിൽ ഒരു മങ്കി ഇങ്ങനെ കിടക്കുന്നു. ആ മങ്കിയുടെ വാലയിലാണ് അടുത്ത മങ്കി പിടിച്ചേക്കുന്നത്. ഈ റോപ്പിൽ, ഈ ടെയിലയിൽ മാക്സിമം എടുക്കാവുന്ന ടെൻഷനാണ്, മാക്സിമം അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ 30 ന്യൂട്ടൺ ആണെന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനകത്ത് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. ഈ മങ്കി എയ്ക്ക് മങ്കി ബീനെയും കൊണ്ട് പോകാൻ പറ്റണം. അതായത് അവർക്ക് കോമൺ ഒരു ആക്സലറേഷൻ എ ഉണ്ടാവും. അപ്പം നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് അറ്റ് റെസ്റ്റ് ആയിരിക്കണം. ആരുമായിട്ട് നോക്കുമ്പോൾ? വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന മങ്കിയുമായിട്ട് നോക്കുമ്പോൾ. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. എനിക്ക് മുകളിലിരിക്കുന്ന മങ്കിക്ക് താഴെ ഇരിക്കുന്ന മങ്കിയെ കൊണ്ടുപോകാൻ പറ്റണം. മാക്സിമം ഇവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ 30 ന്യൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം രണ്ടുപേരുടെ ഒരുമിച്ച് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. കോമൺ ആക്സലറേഷൻ ആയിരിക്കണം. അപ്പം മങ്കി ബി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എയിൽ നോക്കുമ്പോൾ റെസ്റ്റിലായിരിക്കണം. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? കോമൺ ആക്സലറേഷൻ ആണ്. എ ഈസ് ദി കോമൺ ആക്സലറേഷൻ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാം. ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ T ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ ആണ്. അപ്പൊ നിങ്ങൾ ഈ മങ്കിയെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ. ആ മങ്കിയെ മാത്രം കൺസിഡർ ചെയ്താൽ ആ മങ്കിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ആ മങ്കിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ മുകളിലോട്ട് ടെൻഷൻ ഉണ്ട്, അത് 30 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. ആ മങ്കിയുടെ മാസ് തന്നിട്ടുണ്ടോ? നമുക്ക് തന്നിട്ടുണ്ട്. ഈ മങ്കിയുടെ മാസ് 5 kg, മുകളിലുള്ള മങ്കിയുടെ മാസ് 5 kg, ഇത് 2 kg ആണ്. അപ്പൊ ഇവന്റെ മാസ് മാത്രം താഴോട്ട് എടുത്താൽ എം ജി അത് 2 kg ആണ്, അല്ലെങ്കിൽ എം ജി 20 ന്യൂട്ടൺ ആണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ മാസ് മതി നമുക്ക് 2 kg എന്നാണ്. സോ ടെൻഷൻ 30 ന്യൂട്ടൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എം എത്രയാ മക്കളെ? എം 2 ആണ്.
m2 ആണ് ഇൻറ്റു ജി 10 ആണ് പ്ലസ് എ എന്ന് കിട്ടും. അവിടുന്ന് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് കിട്ടും. കാര്യം 30 മൈനസ് 20 10 ആണ് ഈക്വൽ ടു 2a എന്നാണ്. അവിടുന്ന് എ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനിയും അവിടെ കൊടുക്കാവുന്ന മാക്സിമം ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എഫ് മാക്സ് അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് മാക്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും മാസ് എം പ്ലസ് എം അല്ലേ ഇൻറ്റു ആക്സലറേറ്റിംഗ് അപ്വേർഡ് ആണെങ്കിൽ എം ഇൻറ്റു ജി പ്ലസ് എ എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇഫ് എ മങ്കി ക്ലൈംബിംഗ് അപ്വേർഡ് എം ഇൻറ്റു ജി പ്ലസ് എ എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ എം ഇൻറ്റു ജി പ്ലസ് എ, എം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും മാസ് വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 2 7 ആണ് ഇൻറ്റു ജി പ്ലസ് എ, ജി 10 ആണ്, എ 5 ആണ്. അപ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. സോറി 15 എന്ന് കിട്ടും. 15 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 105. ഇനി വാട്ട് ഈസ് ദ മിനിമം ഫോഴ്സ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എം പ്ലസ് എം ഇൻറ്റു ജി, എം പ്ലസ് എം ഇൻറ്റു ജി. കാരണം എന്താ? ആക്സലറേഷൻ 0, കോൺസ്റ്റന്റ് വെലോസിറ്റി പോകുന്നതായിട്ട് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ എം പ്ലസ് എം ഇൻറ്റു ജി വിച്ച് ഈസ് ഈക്വൽ ടു എം എത്ര മക്കളെ? എം ക്യാപിറ്റൽ എം 5 ആണ്, അടുത്തത് 2 ആണ്. സോ എം പ്ലസ് എം 7 ആണ് ഇൻറ്റു ജി എന്ന് പറയുന്നത് 10 ആണ്. സോ ഇറ്റ് ഈസ് 70 ന്യൂട്ടൺ. സോ മാക്സിമം 105, മിനിമം 70. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ് യെസ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പ്രശ്നമൊന്നുമില്ല. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ആ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചോട്ടെ. യെസ് യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ആൻ അറേഞ്ച്മെന്റ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് എ. എ മങ്കി മൂവ് അപ്വേർഡ് വിത്ത് റെസ്പെക്ട് ടു റോപ്പ് വിത്ത് ആൻ ആക്സലറേഷൻ a0. നമുക്ക് ഇവിടുത്തെ ബ്ലോക്കിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻ അത് അവർ പറയുന്നുണ്ട് ആ മങ്കി ക്ലൈംബിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ a0. ഇവിടെ നോക്കിക്കേ, ഇങ്ങനൊരു സർഫസിൽ ഇവിടെ നമ്മളൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആണോ? ഇവിടെ ഒരു റോപ്പ് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു മങ്കി ഉണ്ട്. ദിസ് മങ്കി ഈസ് ക്ലൈംബിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ a0. മങ്കിയുടെ മാസ് എം ആണെങ്കിൽ അവന്റെ വെയിറ്റ് താഴോട്ട് mg. അവൻ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടെൻഷൻ എക്സിസ്റ്റീം ടി. ആ ടെൻഷൻ കാരണമാണ് ഈ ബ്ലോക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അവിടുത്തെ ടെൻഷൻ ടി. ഇവന്റെ മാസ് ക്യാപിറ്റൽ എം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ a0 എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു റോപ്പാണ് തന്നിരിക്കുന്നത്. a0 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു റോപ്പിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഈ വിത്ത് റെസ്പെക്ട് ടു റോപ്പിൽ തന്നപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ എല്ലാം വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ടിലാണ് എഴുതുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ടിലാണെങ്കിൽ നമ്മൾ അത് ഗ്രൗണ്ടിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ് ഈ മങ്കിക്ക് മുകളിലോട്ടൊരു ആക്സലറേഷൻ ഉണ്ട്. അത് ഞാൻ am എന്ന് എടുക്കുന്നു. ഈ ബ്ലോക്കിന് റൈറ്റിലോട്ടൊരു ആക്സലറേഷൻ ഉണ്ട്. അത് ab എന്ന് എടുക്കുന്നു. അതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അപ്പോൾ വാട്ട് ഈസ് am? ആക്സലറേഷൻ ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വാട്ട് ഈസ് ab? ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ am അപ്വേർഡും ab അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലും അല്ലേ? അങ്ങനെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്നല്ല, കാരണം ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ റോപ്പിൻ്റെ അതേ ആക്സലറേഷൻ ആയിരിക്കും. ഇവൻ താഴേക്ക് വരുന്നു, മങ്കി മുകളിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് ആക്സലറേഷൻ a0 എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് പ്ലസ് ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആയിരിക്കണം. ഇനി നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെയും ഫ്രീ ബോഡി ഡയഗ്രം എഴുതുക. ആദ്യം ഇവന്റെ ഫ്രീ ബോഡി ഡയഗ്രം കൺസിഡർ ചെയ്താൽ എഫ് ഇസ് ഇക്വൽ ടു എം എ. എഫ് ആരാ? അവിടുത്തെ ടെൻഷൻ ആണ്. ഈസ് ഇക്വൽ ടു മാസ് ആരാ? ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഇൻറ്റു ആക്സലറേഷൻ ab ആണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് അവിടെ വെക്കാം. അടുത്തത് മങ്കിയുടെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മങ്കി ക്ലൈംബിംഗ് അപ്വേർഡ് ആണ്. സോ ടി മൈനസ് mg ഈക്വൽ ടു എം എ. എം ആരാ? മാസ് ഓഫ് ദ മങ്കി ഇൻറ്റു ആക്സലറേഷൻ ആരെ എടുക്കണം? ആക്സലറേഷൻ ഓഫ് മങ്കി എം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എടുക്കണം. കാര്യം നമ്മൾ ഗ്രൗണ്ട് ഫ്രെയിമിലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനിയും ആ am നെ നമുക്ക് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യാം.
കാര്യം നമുക്ക് ഓപ്ഷൻസ് ഒക്കെ A0 അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? T മൈനസ് mg ഈക്വൽ ടു സ്മോൾ m ഇൻറ്റു വാട്ട് ഈസ് AM? AM ഈക്വൽ ടു A0 മൈനസ് AB. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടീനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്താ ഇവിടുന്ന് ഇക്വേഷൻ? സോ ക്യാപിറ്റൽ M ഇൻറ്റു AB മൈനസ് mg ഈക്വൽ ടു MA0 മൈനസ് MAB എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് ആണ്. സോ ഈ AB ടേമുകളെ ഒന്നിച്ചാക്കുക. അപ്പോൾ എന്നാ കിട്ടും? ക്യാപിറ്റൽ M പ്ലസ് സ്മോൾ m ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് AB ഈക്വൽ ടു ഈ mgനെ അപ്പുറത്ത് കൊണ്ടുവന്നു, സ്മോൾ m പുറത്തേക്ക് എടുത്താൽ A0 പ്ലസ് G എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു M ഇൻറ്റു A0 പ്ലസ് G ഡിവൈഡഡ് ബൈ M പ്ലസ് M എന്ന് കിട്ടും. M പ്ലസ് M എന്ന് കിട്ടും. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? M ഇൻറ്റു A0 പ്ലസ് G ബൈ M പ്ലസ് M. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. സംഭവം സിമ്പിൾ അല്ലേ? സംഭവം സിമ്പിൾ അല്ലേ? യെസ് യെസ്. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നോക്കാം. നമുക്ക് JEE എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇൻ ദ അറേഞ്ച്മെന്റ് ഷോൺ ഇൻ ഫിഗർ, ഇഫ് ദ സർഫസ് ഈസ് സ്മൂത്ത്, the acceleration of the block M2 will be acceleration of the block M2 എന്ന് പറഞ്ഞാൽ ആ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന മാസാണ് കേട്ടോ. ഈ ബ്ലോക്കാണ് M2, ഈ ബ്ലോക്കാണ് M1. അതിൻ്റെ ആക്സലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കൺസ്ട്രെയിൻ റിലേഷനാണ്, മൂവബിൾ പുള്ളിയാണ്. അപ്പോൾ അവരുടെ ആക്സലറേഷൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അസ്യൂം ചെയ്യാം M1 മാസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു വിത്ത് ആൻ ആക്സലറേഷൻ A1. അപ്പോൾ M2 മാസ് മൂവിങ് ഡൗൺവേർഡ് ആണ് വിത്ത് അനദർ ആക്സലറേഷൻ A2. M1 മാസിന് ടെൻഷൻ റൈറ്റിലോട്ടാണ്. M2 മാസ് നോക്കിയാൽ ടെൻഷൻ T മോളിലേക്ക്. സോ ടോട്ടൽ ടെൻഷൻ 2T മോളിലേക്കാണ്. അപ്പോൾ കൺസ്ട്രെയിൻ റിലേഷൻ ഞാൻ എടുക്കാൻ പോണ്. T ഡോട്ട് A1 ആംഗിൾ 0 ആണ്, കോസ് 0 1 ആണ്. അടുത്തത് മൈനസ് T ഡോട്ട് T അല്ല 2T ഡോട്ട് A2 കോസ് 180 ആണ്. കാരണം 2T മുകളിലോട്ടും A2 താഴോട്ടും അല്ലേ. ഇവിടെ T റൈറ്റിലോട്ടാണ്, ആക്സലറേഷൻ റൈറ്റിലോട്ടാണ്, ആംഗിൾ 0 ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. ഇവിടെ 2T മുകളിലോട്ടും ആക്സലറേഷൻ താഴേക്കുമാണ്, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു, 180 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് നമുക്ക് കിട്ടി A1 ഈക്വൽ ടു 2A2. A1 ഈക്വൽ ടു 2A2. അവരുടെ കൺസ്ട്രെയിൻ റിലേഷൻ നമുക്ക് കിട്ടി. A1 ഈക്വൽ ടു 2A2. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്ക് എടുത്താൽ F ഇസ് ഈക്വൽ ടു MA. അവനെ റൈറ്റിലോട്ട് കൊണ്ടുവരുന്ന ഫോഴ്സ് TL ഈക്വൽ ടു MA. M ആരാ മക്കളെ? M1 ഇൻറ്റു ആക്സലറേഷൻ ആരാ? A1. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ നിൽക്കട്ടെ. അടുത്തത് നമുക്ക് നോക്കാം. ഇവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കണം. അപ്പോൾ ഇവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവന് താഴോട്ട് ഇവൻ്റെ വെയിറ്റ് ഉണ്ട് M2G. അപ്പോൾ അവനെ താഴേക്ക് കൊണ്ടുവരുന്നത് M2G ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു 2T ഉണ്ട്, ഈസ് ഈക്വൽ ടു M2A2. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക്? M2 ആണ്. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക്? M2 ആണ്. അപ്പോൾ A2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ M2G മൈനസ് 2 ഇൻറ്റു വാട്ട് ഈസ് T? T എന്ന് പറഞ്ഞാൽ M1A1. അപ്പോൾ 2T ആണ്. Tക്ക് പകരം M1A1 വിച്ച് ഈസ് ഈക്വൽ ടു M2A2. ഇനി നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഇവിടെ ഒരു A1 ഉണ്ട്, ഇവിടെ ഒരു A1 ഉണ്ട്. വാട്ട് ഈസ് A1? A1 ഈക്വൽ ടു 2 ടൈംസ് A2. ഇപ്പോൾ റീപ്ലേസ് ചെയ്യാം. സോ M2G മൈനസ് 2M1 ഇൻറ്റു വാട്ട് ഈസ് A1? 2A2 വിച്ച് ഈസ് ഈക്വൽ ടു M2A2. സോ M2G ഈക്വൽ ടു M2A2 പ്ലസ് 2 ഇൻറ്റു 2 4 ആണ്. ഞാൻ ഇവനെ അപ്പുറത്ത് കൊണ്ടുപോവാണ്, കാരണം അതിലും A2 ഉണ്ട്. അപ്പോൾ എന്നാ വരും? 4M1A2. ഇവിടുന്ന് നമുക്ക് A2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ M2 പ്ലസ് 4M1 ഈക്വൽ ടു M2G എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കുന്നത് ആക്സലറേഷൻ A2 അല്ലേ? A2 ഈക്വൽ ടു M2G ഡിവൈഡഡ് ബൈ
m2g ഡിവൈഡഡ് ബൈ m2 പ്ലസ് 4m1 എന്ന് കിട്ടും. m2 പ്ലസ് 4m1 എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഈസ് എ. ഓപ്ഷൻ ഈസ് എ. ഓപ്ഷൻ ഈസ് എ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? പ്രശ്നമൊന്നുമില്ലല്ലോ. സംഭവം സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The respective acceleration of A and B in the figure. അപ്പോൾ ഇവിടുത്തെ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാനത് അടുത്തൊരു പേജിലേക്ക് വരയ്ക്കുകയാണ്. യെസ്, ഇവിടെ ഒരു പുള്ളി സിസ്റ്റം ഉണ്ട് അല്ലേ? ഒരു പുള്ളി, ഇതൊരു 1 kg ബ്ലോക്കാണ്. ഇവിടെ ഒരു 2 kg ബ്ലോക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. ഈ റോപ്പിലെ ടെൻഷനാണ് ടി, ഈ റോപ്പിലെ ടെൻഷനാണ് ടി, ഈ റോപ്പിലെ ടെൻഷനാണ് ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ 2t വരും. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കൊരു കാര്യം പറയാം. ഇത് 2 kg ബ്ലോക്ക് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് താഴോട്ട് 2g വരും, ആണോ? അതുപോലെ ഇവിടുത്തെ വെയിറ്റ് താഴോട്ട് 1g എന്ന് വരും. ഓക്കെ ആണോ? സോ ഇവൻ താഴോട്ട് ആക്സലറേറ്റ് ചെയ്യും വിത്ത് ആൻ ആക്സലറേഷൻ a2. അപ്പോൾ ഇവൻ മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യും വിത്ത് അനദർ ആക്സലറേഷൻ a1. നമുക്ക് കൺസ്ട്രെയിന്റ് റിലേഷൻ എഴുതാം. എന്താ? ഫസ്റ്റ് കേസ് എടുത്തേ, താഴേക്ക് a2, മുകളിലേക്ക് t. അപ്പോൾ എനിക്ക് എഴുതാം t ഡോട്ട് a2 180 ആണ് മൈനസ്. ഇനി ഇവിടെ നോക്കിക്കേ, 2t മുകളിലോട്ടാണ്, a1 മുകളിലോട്ടാണ്, ആംഗിൾ 0 ആണ്. സോ അവിടെ 2t ഡോട്ട് a1 cos 0 1 ആണ്. അവരുടെ സം എടുക്കുമ്പോൾ ഈക്വൽ ടു 0. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ t പോയി, അവിടെ നമുക്ക് കിട്ടി a2 ഈക്വൽ ടു 2 ടൈംസ് a1. a2 ഈക്വൽ ടു 2 ടൈംസ് a1. a2ന്റെ റിലേഷൻ കിട്ടി. ഇനി നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് ഇക്വേഷൻ എഴുതി. ആദ്യം ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് പോകാം. എടുത്ത് എന്ത് വരും? 2g മൈനസ് ടി. കാര്യം എന്താ? ഇവൻ താഴേക്കാ വരുന്നത്, അപ്പൊ 2g പ്ലസ് എടുക്കും, ടി മൈനസ് ആക്കി എടുക്കും. ഓക്കെ അല്ലേ? സോ 2g മൈനസ് ടി ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു എം എ. എം എത്ര? 2 ആണ്. ആക്സലേഷൻ ആരാ? a2 ആണ്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ നോക്കിക്കേ. അടുത്തത് ആരാ? അടുത്തത് നമ്മൾ ഇവന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കണം. അപ്പൊ ഇവന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് ഞാൻ എഴുതാൻ പോവാണ്. അവൻ മുകളിലേക്കാണ് പോകുന്നത്. സോ 2t മൈനസ് ജി ആണോ? ജി ഈക്വൽ ടു എം എ. എം ആരാ? 1 ആണ്. ഇൻറ്റു ആക്സലേഷൻ ആരാ? a1 ആണ്. a1 ആണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഒരു ടിയും ഇവിടെ ഒരു ടിയും ഇവിടെ ഒരു 2t ആണ്. അപ്പൊ രണ്ടും 2t ആക്കാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷനെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇക്വേഷൻ 1 ഇൻറ്റു 2 ചെയ്യാൻ പോവാണ്. അപ്പൊ എന്നാ വരും? 4g മൈനസ് 2t ഈക്വൽ ടു 4a2 അല്ലേ? 4a2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്തത് നിങ്ങൾ നോക്കിക്കേ, എന്നാ വരും? അല്ലേ, 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇത് 2a2 എന്നാണ്. യെസ്. അടുത്ത നമുക്ക് നോക്കാം. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. സോ താഴത്തെ ഇക്വേഷൻ 2t മൈനസ് ജി ഈക്വൽ ടു a1 ആണ്. a1 ആണ്. a1 ആണ്. പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ നോക്കിക്കേ, വാട്ട് ഈസ് a2? വാട്ട് ഈസ് a2? ഇതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യാൻ പോകും. a2 എന്ന് പറഞ്ഞാൽ 2a1 അല്ലേ? അപ്പോൾ ഈ a2നെ എനിക്ക് റീപ്ലേസ് ചെയ്യാം. സോ 4g മൈനസ് 2t ഈക്വൽ ടു 4 ഇൻറ്റു a2ന് പകരം 2a1. അപ്പോൾ 4 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ 4 ഇൻറ്റു 2 8 ആണ്. സോ 8a1 എന്ന് വരും. സോ 2t മൈനസ് ജി ഈക്വൽ ടു a1 എന്ന് വരും. ഈ രണ്ട് ഇക്വേഷനോടെ കൺസിഡർ ചെയ്താൽ 2t ക്യാൻസൽ ആയി. 4g മൈനസ് ജി ദാറ്റ് ഈസ് 3g ഈക്വൽ ടു 9a1 എന്ന് വരും. therefore a1 ഈക്വൽ ടു 3g ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു g ബൈ 3 എന്ന് വരും. g ബൈ 3. എനിക്ക് a1 കിട്ടി, g ബൈ 3. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a2? a2 ഈക്വൽ ടു 2 ടൈംസ് a1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2g ബൈ 3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2g ബൈ 3. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്,
2g/3 and 2g/3 and g/3. ഒരാൾ 2g/3 ഡൗൺവേർഡ്, മറ്റേയാൾ g/3 അപ്വേർഡ്. മക്കളെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ലോസ് ഓഫ് മോഷനിൽ നിന്ന് ചോദിക്കുന്ന കുറേ ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. എല്ലാ ഏരിയയും കവർ ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറേ നല്ല നല്ല കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂറോളമായി. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വേറെ ലൈവിൽ എന്തെങ്കിലും മീറ്റ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.